ദിവ്യകാരുണ്യത്തെ സ്നേഹിക്കുന്ന ദമ്പതികളുടെ ഒരു അനുഭവം കേൾക്കാനിടയായി. ബ്രസീലിൽ കത്തോലിക്ക ദമ്പതികളുടെ മകളായ ലിവിയ മരിയ ഐസിയുവിലാണ്. സിറ്റുവേഷൻ വളരെ ക്രിട്ടിക്കലാണ്. ഡോക്ടേഴ്സ് പിതാവായ ഫാബിയോ ഹെൻറിയോട് പറഞ്ഞു, ഇനി ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ എന്തെങ്കിലും ചെയ്തു തരണമോ എന്ന് ഡോക്ടേഴ്സ് ചോദിച്ചു. ആ ദമ്പതികൾ പറഞ്ഞു, ഞങ്ങളുടെ മകൾക്ക് വേണ്ടി ഐസിയുവിൽ ഒരു വിശുദ്ധ കുർബാന അർപ്പിക്കാൻ അവസരമൊരുക്കി തരണമെന്ന് പറഞ്ഞു. ഡോക്ടേഴ്സ് അതിന് അനുവാദം കൊടുത്തു. ഈ പിതാവ് ആ കുർബാന കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടി തുറന്ന മനസ്സോടെ കാത്തിരിക്കുക. ദൈവം നല്ലത് മാത്രമേ വരുത്തുകയുള്ളൂ. നമ്മുടെ മകളേക്കാൾ ദൈവത്തിൻ്റെ സ്വന്തമാണ് നമ്മുടെ കുഞ്ഞ്. ഈ പിതാവിൻ്റെ വിശ്വാസവും പ്രത്യാശയുമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടത്. വേദനയിലും സഹനത്തിലും പ്രതിസന്ധികളിലും തളർന്നു പോകാതെ വിശുദ്ധ കുർബാനയെ ജീവന തുല്യം സ്നേഹിക്കാൻ നമുക്ക് സാധിക്കണം. എല്ലാ വാതിലും അടഞ്ഞു കഴിയുമ്പോൾ ഓടിയെത്തേണ്ടതല്ല വിശുദ്ധ കുർബാനയിൽ. വിശുദ്ധ കുർബാനയിൽ പൂർണ്ണമായി ജീവിതം കൊടുക്കുക. ആ കർത്താവ് നിങ്ങളെ കാത്തു പരിപാലിക്കും. ദൈവം നല്ലത് മാത്രമേ വരുത്തുകയുള്ളൂ. ദൈവം അനുഗ്രഹിക്കട്ടെ.